ഇന്നത്തെ ഈ ഗ്രാൻഡ് ഫംഗ്ഷനിലെ അടുത്ത നമ്മുടെ സ്റ്റാർ ഗസ്റ്റ് ആണ് നിസാമുദ്ദീൻ. നിസാമുദ്ദീൻ നമ്മുടെ ഇന്റഗ്രേറ്റഡ് സ്കൂളിലെ സ്റ്റുഡന്റ് ആണ്. 2 വർഷത്തെ നമ്മുടെ സ്കൂളിംഗ് പ്രോഗ്രാമിലൂടെ റിപ്പീറ്റ് ചെയ്യാതെ ഒരു ഡ്രീം ക്യാമ്പസ് ആയ IIT മദ്രാസിലാണ് സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗ് ആണ് നിസാമുദ്ദീൻ ഇപ്പൊ പഠിക്കുന്നത്. നിസാം, എങ്ങനെയുണ്ട് IIT മദ്രാസ്? IIT മദ്രാസ് പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളി തന്നെയാണ്. നല്ല മരങ്ങൾ. ക്യാമ്പസിൽ എത്തിയിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു ഗൂസ് ബംസ് വരുന്ന ഒരു മൊമെന്റ് ഉണ്ടാവില്ല, അഭിമാനം വരും, അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ക്യാമ്പസിനുള്ളിൽ കയറുമ്പോൾ തന്നെ ഫുള്ളും മദ്രാസ് പറഞ്ഞാൽ നല്ല ബിസി പ്ലേസ് ആണ്. നമ്മൾ കയറുന്ന സമയത്ത് ഫുൾ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആണ്. ബട്ട് വൺസ് ആ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഫുൾ മരങ്ങളും ഫുൾ പീസാണ്. പിന്നെ ക്യാമ്പസിലെ ഒരുപാട് ഏരിയ എന്നുള്ള കുട്ടികളുണ്ടോ? അപ്പൊ ഇന്ത്യയിലെ തന്നെ ഒരുപാട് ഭാഗത്തുള്ള വെറൈറ്റി ഓഫ് എന്താ പറയുക കൾച്ചർ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആണ് IIT മദ്രാസ്. അപ്പൊ ആ രീതിയിൽ അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങിയോ? ഉണ്ട്. കാരണം മദ്രാസ് IITസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇന്ത്യന്റെ ഹോൾ എക്സ്പോഷർ കിട്ടും. അപ്പോ ഏകദേശം എങ്ങനെയാണോ ഇന്ത്യ മൊത്തത്തിൽ അതിന്റെ സ്മോൾ മിനിയേച്ചർ മോഡലാണ് IIT മദ്രാസ്. ലൈക്ക് കോമ്പോസ്റ്റിന് വലിയ ഏകദേശം അതേമാതിരിയാണ്. അക്കാഡമിക്സിൽ ഇപ്പം നീ ബിടെക് ചെയ്യാൻ തീരുമാനിച്ചു, സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കണമെന്നും തീരുമാനിച്ചു. അപ്പോ വൈ IIT എന്ന് ചോദിച്ചാൽ എന്ത് പറയും? വൈ നോട്ട് IIT ചോദിക്കുള്ളൂ. കാരണം നമ്മൾ എന്ത് പോവാണെങ്കിലും അതിന്റെ വെച്ച് നല്ല ടോപ്പുള്ള കോളേജിൽ പോയി നോക്കണം. സോ സാധാരണ ഒരു ബിടെക് ക്യാമ്പസിൽ നിന്നും IITയിലേക്ക് വരുമ്പോൾ അക്കാഡമിക്സിൽ വരുന്ന ഒരു ഡിഫറൻസ് എന്താണ്? സാധാരണ ബിടെക് ക്യാമ്പസ് പറഞ്ഞാൽ എനിക്ക് എക്സാക്ട്ലി അറിയില്ല ബാക്കിയുള്ള ക്യാമ്പസ് എങ്ങനെയാണ്. ബട്ട് IIT മദ്രാസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ കോഴ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റി ടൈം നമുക്ക് നമ്മളെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് തിരിയാൻ പറ്റും. ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമാണ്. നമുക്ക് നമ്മൾ പഠിക്കുന്ന കോഴ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. അപ്പോൾ ഇനിയിപ്പോൾ നിലവിൽ JEEക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇപ്പം തന്നെ കേൾക്കുന്നുണ്ടാവും. അവരൊക്കെ സ്വപ്നം കാണുന്ന ഒരു പൊസിഷനാണ് IITയിൽ എത്തുക എന്നുള്ളത്. അപ്പൊ എങ്ങനെ പഠിക്കണം, അഡ്വാൻസിന് എങ്ങനെ ക്ലിയർ ചെയ്യണം, അങ്ങനെയൊക്കെ പല സംശയങ്ങളും ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നീ ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് JEE മെയിൻസ് തന്നെ തുടങ്ങാം. അപ്പൊ നീ റിപ്പീറ്റ് ചെയ്യാതെ +1 +2നോടൊപ്പം JEEക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മെയിൻസിന് ഒരു പാറ്റേൺ ഉണ്ടെന്നും മെയിൻസിന് ഈ രൂപത്തിൽ പഠിച്ചാൽ മെയിൻസിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊക്കെ നീ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? എന്റെ ഒരു പ്രിപ്പറേഷൻ ചെയ്യണേ എങ്ങനെയായിരുന്നു? മെയിൻസ് നമ്മൾ ഫസ്റ്റ് ബിഗിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് അങ്ങനെ ചെയ്തു പോകും. പിന്നെ നമ്മൾ കുറച്ചൊന്ന് കോൺഫിഡൻസ് വരുന്ന സമയത്ത് പ്രീവിയസ് ഇയറിലേക്ക് നീങ്ങും. പിന്നെ പ്രീവിയസ് ഇയർ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചാപ്റ്റർ വൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത ടൈപ്പ് സെയിം ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ മനസ്സിലാവും സെയിം പാറ്റേൺ ആണ് ഏകദേശം. ബട്ട് ഇനി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല, ചിലപ്പം പെട്ടെന്ന് മാറാണെങ്കിലോ. അതുകൊണ്ട് നമ്മൾ വേറെ വേരിയേഷൻസ് പോസിബിലിറ്റി ഉള്ളത് പഠിക്കുന്ന സമയത്ത് തന്നെ നോക്കി പോകണം. ബട്ട് തോനെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നല്ലത് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ്, ക്വാളിറ്റി ടൈം വെച്ചിട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒരു പക്ക കൺസെപ്ച്വലി റിച്ച് ആണെങ്കിൽ വിത്ത് വേരിയേഷൻസ് മനസ്സിലാക്കണം. വേറെ വേരിയേഷൻസ് പോസിബിൾ ഉണ്ടോ? ബോർഡ് എക്സാമിനോടൊപ്പം JEE പ്രിപ്പറേഷനോട് എങ്ങനെ സ്കൂളിൽ അതെങ്ങനെയാ അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരുന്നു സ്കൂളിൽ? അത് ബേസിക്കലി ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. തിയറി പറഞ്ഞാൽ രണ്ടിനും സെയിം തിയറിയാണ്. നമ്മള് മെയിൻസ് അല്ലെങ്കിൽ അഡ്വാൻസ് ക്രാക്കാൻ വേണ്ടി കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് അതിന് പറഞ്ഞാൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ മൈൻഡ് ഓപ്പൺ ആക്കണം. പ്രോബ്ലം സോൾവിംഗ് ആണ് വേണ്ടത്. അപ്പോൾ തിയറി നമുക്ക് മനസ്സിലാക്കി നമ്മളെ ഭാഷയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബോർഡ് എക്സാം ഈസി ആവും. ബോർഡ് എക്സാമിന് വേണ്ടി മാത്രമായിട്ട് വേറെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? അല്ല ഒറ്റ മോഡ് ഓഫ് പ്രിപ്പറേഷൻ? ജസ്റ്റ് ഒരു 1 week 2 week ബിഫോർ ബോർഡ് എക്സാമിന്റെ പേപ്പേഴ്സ് നോക്കിയാൽ ഏകദേശം മനസ്സിലാവും. ഞാൻ സ്റ്റേറ്റ് ആണ് പഠിച്ചത്. അപ്പോൾ സ്റ്റേറ്റിൽ ഏകദേശം ഒരു 2-3 ഇയേഴ്സിന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഏകദേശം പാറ്റേൺ മനസ്സിലാവും. അപ്പോൾ സൈലത്തിലെ ഇന്റഗ്രേറ്റഡ് സ്കൂളിങ്ങിന്റെ മെറ്റീരിയൽ അല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ മെയിൻസിന്റെ പ്രിപ്പറേഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ടോ? മെയിൻസിന്റെ പ്രിപ്പറേഷൻ ലാസ്റ്റ് 1 month പറഞ്ഞാൽ ഇതായിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യും. പിന്നെ അധികം ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഫിസിക്സിന് DC പാണ്ട HC വർമ്മ കുറച്ച് നോക്കി. കുറെ ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല, ആകെ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ. കൂടുതലും പ്രീവിയസ് ഇയർ നോക്കി. വേറെ മെറ്റീരിയൽസ് അധികം നോക്കി. പ്രീവിയസ് ഇയറിലേക്ക് കൂടുതൽ നോക്കി. ഇപ്പൊ മെയിൻസ് കഴിഞ്ഞ് അഡ്വാൻസിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അപ്പൊ അഡ്വാൻസ് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്. മെയിൻസ് പോലെ അല്ല അഡ്വാൻസ് എന്നുള്ളത്. അപ്പൊ മെയിൻസ് കഴിഞ്ഞിട്ടാണോ അഡ്വാൻസിലേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയത്, അല്ല മെയിൻസിനോടൊപ്പം അഡ്വാൻസ് ഫോക്കസ് ചെയ്തിരുന്നു? ഞാൻ ശരിക്കും പഠിക്കുന്ന സമയത്ത് എക്സാമിനല്ല ഫോക്കസ് ചെയ്തത്. ഇപ്പോൾ വരാൻ പോകുന്ന ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, അങ്ങനത്തെ കാര്യത്തിലും പിന്നെ കോൺസെപ്റ്റ് എത്രത്തോളം വൃത്തിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു എക്സാം പഠിക്കുന്ന സമയത്ത് നമ്മൾ മെയിൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കലല്ല നമ്മളെ ലക്ഷ്യം. ആ കോൺസെപ്റ്റ് എത്രത്തോളം മനസ്സിലായി ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എക്സാമിന്റെ ഒരു 1 month 2 month ബിഫോർ മാത്രമേ പ്രീവിയസ് ഇയറിലേക്ക് കടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ JEE അഡ്വാൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കോൺസെപ്റ്റ് ആണല്ലോ മെയിൻ ആയിട്ട് വേണ്ടത്. നമ്മളെ കോൺസെപ്റ്റ് ഒരു സോളിഡ് ആയിട്ട് നിൽക്കാൻ വേണ്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. പിന്നെ അഡ്വാൻസിന് പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. കാരണം വലിയ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പെട്ടെന്ന് അത്ര വലുത് കാണുമ്പോൾ നമുക്ക്
ചെയ്യാൻ തോന്നില്ല. അത് മേക്കപ്പ് ചെയ്യാനുള്ള ടൈം വേണം. അഡ്വാൻസ്ഡ് PYQ എപ്പോഴാണ് ചെയ്യാൻ തുടങ്ങി? അഡ്വാൻസിന്റെ PYQ മെയിൻസ് ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിട്ട്. ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിട്ടാണ് അഡ്വാൻസ്ഡ് PYQ ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് PYQ ഇപ്പൊ മെയിൻസ്ഡ് PYQ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പാറ്റേൺ ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നതാണ്. അഡ്വാൻസ്ഡ് PYQ ചെയ്യുന്നതുകൊണ്ട് എന്താ ബെനിഫിറ്റ്? അഡ്വാൻസ്ഡ് PYQ ചെയ്യുന്നതുകൊണ്ട് അഡ്വാൻസിന്റെ ഒരു പാറ്റേൺ ഒക്കെ നിനക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അഡ്വാൻസിന്റെ പാറ്റേൺ അല്ല മെയിൻ ആയിട്ട്, നമ്മളൊരു ചിന്തിക്കുന്ന രീതിയുണ്ട്. ഐ മീൻ നമ്മൾ ഫസ്റ്റ് ടൈം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്ന് അറിയില്ല. ചിലപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങി കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി പിന്നെ നടുവിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും. മെയിൻസ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്ലോക്ക് പോകാൻ പറ്റും, പക്ഷെ അഡ്വാൻസ് അങ്ങനെയല്ല. അപ്പോൾ അത് ചെയ്യാന്നുള്ള കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. പിന്നെ നമ്മൾ വേറെ പ്രീവിയസ് ഇയർ നോക്കാണ്ട് വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടഫ് ആയിരിക്കും, നല്ല ഡീമോട്ടിവേറ്റഡ് ആവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അഡ്വാൻസിന്റെ PYQ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ മനസ്സിലായാൽ നമുക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ലെവൽ കൂട്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്നാൽ പിന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ടഫ് ആവാം, ഈസി ആവാം. അപ്പോൾ ഏത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ സ്കൂളിൽ ഹോസ്റ്റലിലായിരുന്നു, അല്ല ഡേ സ്കോളർ? ഹോസ്റ്റലായിരുന്നു. അപ്പോൾ സൈലത്തിന്റെ ആ ഒരു സ്കൂളിലെ ആംബിയൻസും അതുപോലെ ഹോസ്റ്റലിലെ ആംബിയൻസും ടീച്ചേഴ്സും അക്കാഡമിക്സും ഒക്കെ നിന്നെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡ്രീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? ക്യാമ്പസ് പറഞ്ഞാൽ നല്ലതേനും, ഐ മീൻ നല്ല ബോണ്ടിങ് ഉള്ള ക്യാമ്പസ് ചെയ്യുന്നു. നമ്മൾ ക്ലാസ്മേറ്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും നല്ല ബോണ്ടിങ് ഉള്ള ക്യാമ്പസ് ചെയ്യുന്നു. ഇപ്പോൾ പറയുകയാണെങ്കിൽ കുറേ ടീച്ചർമാരുടെ പേര് പറയാനുണ്ട്, ഇപ്പോഴും കുറേയായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. ഇപ്പോൾ പേരെടുത്ത് പലരും പറയാൻ പറ്റൂല, പറഞ്ഞാൽ തീരൂല, അത്ര വലിയ ലിസ്റ്റ് ഉണ്ട്. പക്ഷെ എന്നാലും പറയാതെ നിൽക്കാനും പറ്റൂല. അതിൽ ഞാൻ റിജു സാറിന്റെ പേര് പറയും. സാറാണ് ഐ മീൻ എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് കെമിസ്ട്രി മാത്രമല്ല മൊത്തത്തില് കെമിസ്ട്രിയിൽ മാത്രമല്ല മൂപ്പറോട് ഐ മീൻ എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും നമുക്ക് മൂപ്പറോട് അപ്രോച്ച് ചെയ്യാം. ഈ ലൈഫിൽ നല്ല ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പം JEE മെയിൻസിലേക്കും അഡ്വാൻസിലേക്കും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന അപ്പം ജനുവരി ഫേസ് ആവാറായി, ആ കുട്ടികളോട് നിനക്ക് എന്താ പറയാനുള്ളത്? ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്താലും എത്ര ക്വസ്റ്റ്യൻസ് ചെയ്താലും അറ്റ് എൻഡ് ഓഫ് ദി ഡേ മാറ്റർ ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു 3 മണിക്കൂറിൽ എങ്ങനെയാണ് അത് റിസൾട്ട് ആക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തുള്ള മെന്റൽ ഇക്വിലിബ്രിയം കീപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങും. എക്സാം ടഫ് ആയാൽ സെക്കൻഡ് ഫേസ് നോക്കാം, അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് മനസ്സിൽ വേണം. കാരണം എനിക്ക് അറിയുന്ന ഒരു ഫ്രണ്ട് ഫസ്റ്റ് ഫേസ് പോയി, ഐ മീൻ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഗുഡ് കാൻഡിഡേറ്റ് ഫസ്റ്റ് ഫേസ് പോയപ്പോൾ പിന്നെ ഡൗൺ ആയി, പിന്നെ ഈവൻ അഡ്വാൻസ് പോലും മര്യാദ ചെയ്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയല്ല, ഒന്ന് പോയാൽ ഇത് ചാലഞ്ചാണ്, ഫെയിലിയർ ആണ്, അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കാണും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. അവാർഡ് വാങ്ങിച്ചോ? ഇല്ല, അവാർഡ് വാങ്ങാൻ കയറാൻ പോവാണ്. പ്രോഗ്രാമിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? വലിയ ഇവന്റ് ആണ്, ഒരുപാട് സ്റ്റാർസ് വരുന്നുണ്ട്. ആരൊക്കെ വന്നാലും നിങ്ങളാണ് ശരിക്കും സ്റ്റാർ ഐക്കൺസ് എന്ന് പറയുന്നത്. അപ്പൊ പരിപാടി പൊളിക്കണം നമുക്ക്. അടിപൊളിയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്.